ശബരിമലയെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ നല്ലൊരു തീർത്ഥാടന കാലം അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തുന്നു എന്നതാണ് ഈ സമയത്തെ പ്രത്യേകത. മണ്ഡലകാലം അവസാനിക്കാറായിരിക്കുന്നു. ഒപ്പം ഇനിയിപ്പോൾ അടുത്ത ദിവസം മണ്ഡലപൂജയ്ക്കുള്ള ഒരുക്കത്തിലാണ് സന്നിധാനം. തങ്കഅങ്കി ഘോഷയാത്ര നടന്നുകൊണ്ടിരിക്കുകയാണ്. മറ്റന്നാൾ സന്നിധാനത്തെത്തും. അതേസമയം ശബരിമലയിൽ തിരക്ക് ഇപ്പോൾ കുറഞ്ഞിരിക്കുന്നൊരു സാഹചര്യം കൂടിയുണ്ട്, സമയം കൂടിയാണ്. എം സന്തോഷാണ് സന്നിധാനത്ത് നമ്മളോടൊപ്പം ചേരുന്നത് വാർത്തയുടെ വിവരങ്ങളുമായി. സന്തോഷ്, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് മനു. കണ്ണൂരിൽ നിന്ന് ശബരിമലയിലേക്ക് എത്തിയപ്പോൾ എന്തുണ്ട് വിശേഷം? എങ്ങനെയുണ്ട് സന്നിധാനം? മനു, സന്നിധാനത്ത് ഇപ്പോൾ മൂന്നാമത്തെ ദിനമാണ്. ആദ്യ ദിവസങ്ങളിൽ ഇവിടെ എത്തിയ ദിവസങ്ങളിൽ നല്ല തിരക്കായിരുന്നു അനുഭവപ്പെട്ടത്. എന്നാൽ ഇന്നലെ മുതൽ ശബരിമലയിലെ തിരക്ക് അല്പം കുറഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഏതാണ്ട് 1 ലക്ഷത്തിനോളം അടുപ്പിച്ച് തീർത്ഥാടകർ എത്തിയിരുന്നെങ്കിൽ ഇന്നലെ ഒരു 10,000-ഓളം തീർത്ഥാടകരുടെ കുറവാണ് ഉണ്ടായത്. ഇന്നും രാവിലെ അല്പം തിരക്ക് കുറവായി തന്നെയാണ് കാണുന്നത്. നടപ്പന്തലിലും അതോടൊപ്പം തന്നെ ഈ സന്നിധാനത്തും നല്ല തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. എന്നാൽ ഈ പാതയിൽ പമ്പയിൽ നിന്ന് ഇങ്ങോട്ടുള്ള പാതയിൽ വലിയ തിരക്ക് അനുഭവപ്പെടുന്നില്ല എന്നുള്ളതാണ് അവിടെ നിന്നും ലഭ്യമാകുന്ന വിവരം. ഏതായാലും ഇപ്പോൾ മണ്ഡല പൂജയ്ക്കുള്ള ഒരുക്കത്തിലാണ് ശബരിമല സന്നിധാനം ഉള്ളത്. ദേവസ്വം പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവർ സന്നിധാനത്തുണ്ട്. ഇന്നലെ ഉന്നതതല യോഗങ്ങളൊക്കെ ചേർന്ന് ഏത് രീതിയിലാണ് ഈ മണ്ഡല പൂജ, അതിൻ്റെ ക്രമീകരണങ്ങൾ എന്താണ് എന്നുള്ളതിനെ സംബന്ധിച്ചെല്ലാം തന്നെ തീരുമാനം എടുത്തിട്ടുണ്ട്. തങ്കഅങ്കി ഘോഷയാത്രയെ സ്വീകരിക്കുന്നതിനെ സംബന്ധിച്ച ക്രമീകരണങ്ങളിലും തീരുമാനം എടുത്തിട്ടുണ്ട്. മറ്റന്നാൾ വൈകുന്നേരത്തോടുകൂടി ഈ തങ്കഅങ്കി ഘോഷയാത്ര സന്നിധാനത്തേക്ക് എത്തും എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. അതിനനുസരിച്ച് തന്നെയുള്ള ക്രമീകരണങ്ങളാണ് ഇപ്പോൾ സന്നിധാനത്ത് ഒരുക്കിയിട്ടുള്ളത്. കഴിഞ്ഞ ദിവസങ്ങളിൽ വെള്ളി ശനി ദിവസങ്ങളിൽ നല്ല തിരക്കാണ് അനുഭവപ്പെട്ടത്. കാരണം ഈ കുട്ടികളുടെ പരീക്ഷയെല്ലാം കഴിഞ്ഞ് ഉള്ള ഒരു സമയമായിരുന്നു. മാത്രമല്ല വെള്ളി ശനി ദിവസങ്ങളിൽ സാധാരണഗതിയിൽ കൂടിയ തിരക്ക് അനുഭവപ്പെടുന്ന ദിവസമാണ്. എന്നാൽ ഞായറാഴ്ച തിരക്ക് കുറഞ്ഞ ഒരു സാഹചര്യമാണ് നിലനിൽക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇത്തവണ ഒരു മണ്ഡലകാലത്തിന് സമാപനമാകാൻ ഇനി ദിവസങ്ങൾ മാത്രം അവശേഷിക്കെ ഒരു തരത്തിലുള്ള പരാതിയുമില്ലാതെ ഇവിടെ എത്തിയ മുഴുവൻ തീർത്ഥാടകരും സുഗമമായ ദർശനം നടത്തി മടങ്ങി എന്നുള്ളതാണ്. നല്ല തിരക്കുള്ള ദിവസങ്ങളിൽ പോലും ഈ തീർത്ഥാടകർക്ക് ക്യൂവിൽ അധിക സമയം കാത്തു നിൽക്കേണ്ടുന്ന യാതൊരു സാഹചര്യവും ഉണ്ടായിരുന്നില്ല. വളരെ കൃത്യമായിട്ടുള്ള ക്രമീകരണങ്ങളിലൂടെ പോലീസ് തിരക്ക് നിയന്ത്രിച്ച് മുഴുവൻ ഈ സമയം നമുക്ക് സന്തോഷം ഈ തവണ ഈ തീർത്ഥാടന കാലത്ത് മണ്ഡലകാലത്ത് സന്നിധാനത്ത് കാണാൻ പറ്റിയ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് സന്തോഷ് പറഞ്ഞതുപോലെ സർക്കാരിൻ്റെ സമഗ്രമായ ഇടപെടൽ തന്നെയായിരുന്നു. ഒപ്പം ഇന്നിപ്പോൾ തിരക്ക് കുറവാണ്. മണ്ഡലപൂജയ്ക്കായിട്ടുള്ള കാത്തിരിപ്പിലാണ്. മറ്റന്നാളാണ് തങ്കഅങ്കി ചാർത്തിയുള്ള ദീപാരാധനയും മറ്റു കാര്യങ്ങളുമൊക്കെ മറ്റന്നാളാണ്. ഏതായാലും ഒരു മണ്ഡലകാലം ഏറ്റവും ഭംഗിയായി സുഗമമായി അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് പോകുന്നു. ഇനി അതിനുശേഷം മകരവിളക്ക് തീർത്ഥാടന കാലവും ആരംഭിക്കും. വളരെ വേഗത്തിൽ തന്നെ വിവരങ്ങളാണ് സന്തോഷം നൽകിയത്.